ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് ദിയ. എൻ്റെ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ. എൻ്റെ ചെറിയച്ഛൻ്റെയും എൻ്റെയും കഥയാണ് നിങ്ങളിന്ന് കേൾക്കാൻ പോകുന്നത്. എൻ്റെ അച്ഛനൊരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. എനിക്ക് 5 വയസ്സായപ്പോൾ അച്ഛൻ ഞങ്ങളെ വിട്ടുപോയി. അമ്മയുടെ പേര് ലീല എന്നാണ്. അടുത്തുള്ള വീടുകളിലും നാട്ടിലെ ചെറിയ ചെറിയ ജോലികൾക്കെല്ലാം പോയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അച്ഛൻ പോയതിനു ശേഷം ഞങ്ങൾക്കൊരു ആശ്വാസമായത് അച്ഛൻ്റെ അനിയൻ എൻ്റെ ചെറിയച്ഛനാണ്. അച്ഛൻ്റെ വീട്ടുകാർ ഞങ്ങളെ അവിടേക്ക് വിളിച്ചതാണ്. അവിടെ തറവാട്ടിൽ നിൽക്കാം എന്നൊക്കെ പറഞ്ഞതാണ്. എന്നാൽ എൻ്റെ അച്ഛനും അമ്മയും അവരുടെ ജീവിതം തുടങ്ങിയത് ഈ വീട്ടിൽ നിന്നാണ്. ഈ വീട് വിട്ട് എവിടേക്കും പോവില്ല എന്നാണ് അമ്മ പറയുന്നത്. അമ്മയുടെ അവസാന നാളുവരെ ഇവിടെ ജീവിക്കണം. പിന്നെ ചെറിയച്ഛൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരാറുണ്ട്. ചെറിയച്ഛനൊരു സ്റ്റേഷനറി കട നടത്തുകയാണ്. ഞായറാഴ്ച കട അവധിയാണ്. ചെറിയച്ഛൻ ഞായറാഴ്ച ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ വീട്ടിലേക്ക് വരും. തിങ്കളാഴ്ച രാവിലെയാണ് എന്നിട്ട് പോകുന്നത്. ചെറിയച്ഛൻ വരുന്ന ദിവസം എനിക്ക് നല്ല സന്തോഷമാണ്. എനിക്ക് കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും. മിഠായിയും മധുരപലഹാരങ്ങളും എല്ലാം കൊണ്ടുവരും. എന്നാൽ ഈയിടെയായിട്ട് ഞാൻ എന്ത് ചോദിച്ചാലും ചെറിയച്ഛൻ വരുമ്പോൾ കൊണ്ടുവന്ന് തരും. ചെറിയച്ഛന് എന്നോട് വലിയ സ്നേഹമാണ്. ചെറിയച്ഛൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും വീടിൻ്റെ പുറകിൽ ഒരു പാറക്കെട്ടാണ്. അവിടെ പോയിരുന്ന് എപ്പോഴും സംസാരിക്കും. അതിൻ്റെ താഴ്വശത്ത് ചെറിയൊരു തോടാണ്. അവിടെ ഇരിക്കാൻ നല്ല രസമാണ്. ചെറിയച്ഛൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെ തമാശയൊക്കെ പറയും. അതൊന്നും കേട്ട് ഞാൻ ചിരിക്കാതിരിക്കുമ്പോൾ എന്നെ ചിരിപ്പിക്കാനായിട്ട് എന്തൊക്കെയോ ചെയ്യും. അതിനിടയിൽ മലനിരകളിലൊക്കെ കൈകൊണ്ട് തട്ടും. അപ്പോൾ ഞാൻ ചിരിക്കും. അങ്ങനെ ഒരു ഞായറാഴ്ച ഉച്ചയായപ്പോൾ ചെറിയച്ഛൻ വന്നു. പതിവ് പോലെ കഴിക്കാനുള്ള മുട്ടായിയും മധുരപലഹാരങ്ങളും എല്ലാം ഉണ്ട്. എനിക്കൊരു മാലയും വളയും കൊണ്ടുവരുമോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. ചെറിയച്ഛൻ അതുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ മാലയും വളയുമൊക്കെ ഇട്ടു. നല്ല ചേർച്ചയുണ്ടായിരുന്നു. അമ്മയ്ക്കും അത് ഇഷ്ടമായി. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ കുടുംബശ്രീക്ക് പോയി. മോളെ, മാലയുടെ ശരിക്കുള്ള ഭംഗി അറിയണമെങ്കിൽ അത് മാത്രമിട്ട് കാണണം എന്ന് ചെറിയച്ഛൻ പറഞ്ഞു. ഈ ചെറിയച്ഛൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ഞാൻ അകത്തേക്ക് പോയി. അന്ന് രാത്രി 8 മണിയായപ്പോൾ ഞങ്ങൾ 3 പേരും ഒന്നിച്ചിരുന്ന് ഭക്ഷണമെല്ലാം കഴിച്ചു. പിന്നെ കുറച്ചു നേരം ഇരുന്ന് തറവാട്ടിലെ വീട്ടിലെ കാര്യങ്ങളും എല്ലാം സംസാരിച്ചു. വീട്ടിൽ ഒരു മുറിയും ഒരു ഹാളും പിന്നെ അടുക്കളയുമാണ് ഉള്ളത്. മുറിയിൽ ഒരു കട്ടിലേ ഉള്ളൂ. ഞാനും അമ്മയുമാണ് അവിടെ ഉറങ്ങുന്നത്. ചെറിയച്ഛൻ വരുമ്പോൾ ഞാനും അമ്മയും ഹാളിൽ പായ വിരിച്ച് അവിടെ ഉറങ്ങും. മോളും അമ്മയും എന്തിനാ നിലത്ത് ഉറങ്ങുന്നത്? ചെറിയച്ഛൻ നിലത്ത് ഉറങ്ങിക്കോളാം, നിങ്ങൾ കട്ടിലിൽ കിടന്നു എന്നൊക്കെ ചെറിയച്ഛൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊരു മര്യാദകേടല്ലേ? അതുകൊണ്ട് ഞാനും അമ്മയും അതിന് ഒരിക്കലും സമ്മതിക്കാറില്ല. അങ്ങനെ ചെറിയച്ഛൻ റൂമിലും ഞാനും അമ്മയും ഹാളിൽ പായ വിരിച്ച് അവിടെ ഉറങ്ങാൻ കിടന്നു. ഞാൻ നല്ല ഉറക്കമാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ പുറകിലെ പാറക്കെട്ടിൽ എന്തോ തട്ടുന്ന പോലെ എനിക്ക് തോന്നി. എന്തോ ചെറിയൊരു തടിക്കഷ്ണം അവിടെ കിടന്ന് അനങ്ങുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പാറയിൽ എന്തോ ഒരു തണുപ്പ് പോലെ ഞാൻ പതിയെ കൈകൊണ്ട് അവിടെ തൊട്ടുനോക്കി. കഞ്ഞിവെള്ളം പോലെ എന്തോ ഒരു സാധനം കയ്യിൽ പറ്റി. ഞാനത് അത്ര കാര്യമാക്കിയില്ല. എണീറ്റ് നോക്കാനുള്ള മടി കൊണ്ട് അവിടെ തന്നെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം തിങ്കളാഴ്ച ഞാൻ എണീറ്റപ്പോൾ 7 മണിയായി. അപ്പോഴേക്കും ചെറിയച്ഛൻ പോയിരുന്നു. അന്ന് അമ്മയ്ക്കും അടുത്തൊരു തോട്ടത്തിൽ ജോലിയുണ്ടായിരുന്നു. അതുകൊണ്ട് വീട്ടിലെ ജോലികളൊക്കെ പെട്ടെന്ന് തീർക്കുകയാണ്. അതുകൊണ്ട് അമ്മയോട് ഒന്നും സംസാരിക്കാനുള്ള സമയമില്ല. ഞാനും സ്കൂളിലേക്ക് പോവാൻ റെഡിയായി. വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞ് അമ്മയോട് അതിനെപ്പറ്റി സംസാരിക്കാം എന്ന് വിചാരിച്ചു. കൂട്ടുകാരെ, ഞാൻ സ്കൂളിൽ ചെന്നപ്പോൾ എൻ്റെ കൂട്ടുകാരികൾ അതിനെപ്പറ്റി പറഞ്ഞതും അടുത്ത ഞായറാഴ്ച ചെറിയച്ഛൻ വന്നപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം നടന്നു. അമ്മയുടെയും ചെറിയച്ഛൻ്റെയും കഥയാണ്. അതെല്ലാം അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുതേ. അപ്പോൾ അടുത്തൊരു അടിപൊളി കഥയായിട്ട് വരാം.